നമസ്കാരം. ഒരു വീഡിയോ കണ്ടുകൊണ്ട് തുടങ്ങാം. അല്പം മതപരമായ കാര്യങ്ങളാണ്. എന്തായാലും ഒന്ന് കണ്ടിട്ട് വരൂ. യഥാർത്ഥ മാവേലി എന്ന് പറയുന്നത് വേറെ ആരുമല്ല, ഈശോ തന്നെയാണ്. കാരണം മാവേലി എന്ന പദത്തിന്റെ അർത്ഥം വേലിയില്ലാത്തവൻ എന്നാണ്, അതിരുകളില്ലാത്തവൻ എന്നാണ്. അതിരുകളില്ലാത്ത ഒരൊറ്റ വ്യക്തിയുള്ളൂ, അത് ഈശോ മിശിഹ തന്നെയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ ദൈവം ലോകത്തെ അത്രമാത്രം ഈ മുഹമ്മദ് അലിയാണ് മാവേലിയായി തീർന്നത്. അവർക്ക് മുഹമ്മദ് അലി എന്നൊന്നും പറയാൻ കിട്ടൂല. അവരും മോമാലി എന്ന് വിളിച്ചു, ചിലര് മാമോലി എന്ന് വിളിച്ചു. ആ മുഹമ്മദ് അലി മാവേലിയായി തീർന്നു. അങ്ങനെയാണ് മാവേലി ഉണ്ടായത്. ഇപ്പോൾ വീഡിയോ കണ്ടല്ലോ. ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ടത് ഒന്നൊരു ക്രിസ്ത്യൻ പാതിരിയും രണ്ടൊരു മുസ്ലിം മതപണ്ഡിതനെയുമാണ്. രണ്ടു പേർക്കും മഹാബലിയുടെ അവകാശം വേണം. ഒരാൾ പറയുന്നത് ഈ മാവേലി എന്ന് പറഞ്ഞാൽ വേലിയില്ലാത്ത, അതിരുകളില്ലാത്ത ആളാണ്, അതുകൊണ്ട് തന്നെ അത് യേശു ക്രിസ്തു ആണെന്നാണ്. രണ്ടാമത്തെ ആൾ പറയുന്നത് മുഹമ്മദ് അലി എന്ന് പറയുന്ന മാവോലി കീവോലി എന്നൊക്കെ വിളിച്ച് മാവേലി ആയിപ്പോയതെന്നാണ്. രണ്ടു പേർക്കും മഹാബലിയുടെ അവകാശം വേണം. എന്നാൽ ഈ മഹാബലിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഹൈന്ദവ മതത്തിൻ്റെ ഒരു അവകാശവും വേണ്ട. കാരണം മഹാബലിയെക്കുറിച്ച് ആദ്യം പറയുന്നത് തന്നെ മഹാബലി ദാനധർമ്മിഷ്ഠനായിരുന്നു, വീരനായിരുന്നു എന്നൊക്കെ പറയുന്നതിന് മുമ്പ് വലിയ വിഷ്ണു ഭക്തനായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ അവകാശം വേണ്ട. ഈ അവകാശവാദങ്ങൾ, ആദ്യത്തെ ഈ മാവേലി എന്ന് പറയുന്ന അതിൽ തന്നെ ഒരു വസ്തുതാപരമായിട്ടുള്ള ഒരുപാട് പിശകുകളുണ്ട്. കാരണം ഈ മാ എന്ന് പറഞ്ഞാൽ എപ്പോഴും മഹത്തായ, അതിൽ വേലി എന്നുള്ളത് മഹാബലിയെ ചുരുക്കി മാവേലി ആക്കിയതാണ്. പക്ഷേ നമ്മൾ ഈ ക്രിസ്ത്യൻ പാതിരി പറഞ്ഞതിൻ്റെ അക്ഷരാർത്ഥം തന്നെ എടുത്തു കഴിഞ്ഞാലും മാവേലി, അയാൾ പറയുന്നതനുസരിച്ചാണെങ്കിൽ വലിയ വേലി എന്നാണ്. അതായത് വലിയ അതിർത്തി ഉള്ളവനെന്നാകും അതിൻ്റെ അർത്ഥം. അല്ലാതെ തിരിച്ചു പറയണമെങ്കിൽ വേലി എന്ന് പറയണം. വേലി ഇല്ലാത്തത്, വേലി എന്നുള്ള പദം മലയാളത്തിൽ നിന്ന് അവിടെ ഉപയോഗിക്കണമെങ്കിലുള്ളതാണ്. അല്ലാതെ കൃത്യമായ ഭാഷാപ്രയോഗമല്ല ഞാൻ ഈ പറയുന്നത്. ഉസ്താദിന് പിന്നെ ഈ പറയുന്നത് പോലെ ഒരു സോഫിസ്റ്റിക്കേഷനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഉസ്താദ് മനസ്സിൽ തോന്നിയൊരു കാര്യം അങ്ങ് പറഞ്ഞു. ഇവർക്ക് രണ്ടുപേർക്കും ഈ മഹാബലിയുടെ അവകാശം എന്തിനാണ് വേണ്ടത്? പരിഭ്രമിക്കണ്ട, അല്ലെങ്കിൽ അതിൻ്റെ കാര്യം അന്വേഷിച്ച് ഒരുപാട് അലഞ്ഞ് നടക്കുകയും വേണ്ട. എന്തിനാണെന്ന് ഇതറിയില്ലല്ലോ എന്നുള്ള പരിഭ്രമമൊന്നും വേണ്ട. വളരെ ലളിതമാണ് അതിൻ്റെ ഉത്തരം. മതപരിവർത്തനത്തിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള അവകാശവാദങ്ങൾ ഇവർ ഉന്നയിക്കുന്നത്. മുസ്ലിങ്ങളുടെ ഇടയിൽ ഉസ്താദുമാർ ഈ അടുത്തിടയ്ക്കാണ് പരസ്യമായി മതപരിവർത്തനത്തിനായി രംഗത്തിറങ്ങിയിരിക്കുന്നത്. മുൻപ് അവർ രഹസ്യമായിട്ടായിരുന്നു ചെയ്തിരുന്നത്. ക്രിസ്ത്യൻ പാതിരിമാരുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് ഈ വേലി ചാടി യേശു ക്രിസ്തുവിൻ്റെ കഥ പറഞ്ഞ കത്തനാരെ പോലെയുള്ളവർക്ക്, അല്ലെങ്കിൽ പാതിരിയെ പോലെയുള്ളവർക്ക് ഇത്തരത്തിൽ എവിടെ ചെന്നാലും, തമിഴ്നാട്ടിൽ ചെന്നാൽ മുരുകനും വേലും മയിലും ഒക്കെ കണ്ടപ്പോൾ യേശു ക്രിസ്തു വേലും പിടിച്ച് മയിലുമായി നിൽക്കുന്ന തരത്തിലേക്ക് അവർ ചരിത്രം വളച്ചൊടിച്ചു. പല ക്രിസ്ത്യൻ പള്ളികളുടെയും തമിഴ്നാട്ടിൽ ചെല്ലുമ്പോൾ ഈ ജംഗ്ഷനിൽ ഇവരുടെ എല്ലാം പള്ളികളുണ്ട്. ഈ അടുത്തിടയ്ക്ക് ഒരു പാസ്റ്ററിനെ കഴിഞ്ഞ ദിവസം 4 വധശിക്ഷയ്ക്ക് കോടതി വിധിച്ച ഒരു സംഭവമുണ്ടായിരുന്നു. അതുപോലെ ആ പാസ്റ്ററിനെ പോലുള്ളവരുടെ പള്ളികൾ എല്ലായിടങ്ങളിലും കൂണുപോലെ മുളച്ചു പൊന്തിയിട്ടുണ്ട് കാലാകാലങ്ങളായി. അവിടെയെല്ലാം പലയിടങ്ങളിലും മുരുകൻ്റെ രൂപത്തിൽ യേശുവിനെ കാണാം, കൃഷ്ണൻ്റെ രൂപത്തിൽ യേശുവിനെ കാണാം. ശിവൻ്റെ രൂപത്തിൽ എന്തുകൊണ്ടോ വരച്ച് വെച്ചിട്ടില്ല ഇതുവരെ. പക്ഷേ മുരുകനും കൃഷ്ണനുമാണ് അവരുടെ ഒരു പ്രധാന ഇഷ്ടതാരങ്ങൾ. അത്തരത്തിൽ പ്രാദേശികമായിട്ടുള്ള വിശ്വാസങ്ങളെ സ്വാംശീകരിച്ച് അത് ഞങ്ങളാണ് എന്ന് പറയുന്ന തരത്തിൽ ഇവരുടെ വിശ്വാസം വളർത്തും. കുറച്ച് കഴിയുമ്പോൾ ആദ്യമൊക്കെ തമിഴ്നാട്ടിലെ പള്ളികളിൽ ചെല്ലുന്നവർക്ക് ഭസ്മവും കുങ്കുമവും കൊടുത്തിരുന്നു. പതിയെ കുങ്കുമവും തിലകവും നിർത്തി ഭസ്മം മാത്രമായി. ഒടുവിൽ ഭസ്മവും തൊടാൻ പാടില്ല എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോൾ വിവരം വെച്ച നാട്ടുകാരിൽ ചിലർ തിരികെ ഹിന്ദു മതത്തിലേക്ക് മടങ്ങി വന്നു, മറ്റു ചിലർ ഇപ്പോഴും തുടരുന്നു. അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിൽ വലിയൊരു മാഫിയായി തന്നെ ഈ ക്രിസ്ത്യൻ മതപരിവർത്തനം നടക്കുന്നുണ്ട്. ക്രിസ്ത്യൻ മതപരിവർത്തനത്തെ സംബന്ധിച്ച് പ്രത്യേകമായിട്ട് ഒരു ചർച്ച തത്വമയി ന്യൂസ് പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ വിഷയത്തിലേക്ക് കൂടുതലായിട്ട് പോകുന്നില്ല. ഇപ്പോഴത്തെ നമ്മുടെ വിഷയം ഈ ഒരു പ്രാദേശികമായിട്ടുള്ള വിശ്വാസങ്ങൾ അല്ലെങ്കിൽ ഹൈന്ദവ വിശ്വാസങ്ങളെ സ്വന്തമാക്കി
അതിനെ വളച്ചൊടിച്ച് തങ്ങളുടെ മതത്തിന് സാധകമാക്കി എങ്ങനെ ഉപയോഗിക്കാമെന്നുള്ള ഇവരുടെ ഒരു രീതികളെക്കുറിച്ചുള്ളതാണ്. അതിനെക്കുറിച്ച് ഒരുപാട് ചർച്ചകളുടെ ആവശ്യം പോലുമില്ല. കാരണം നമ്മുടെ ചുറ്റുവട്ടത്തൊന്ന് കണ്ണോടിച്ചാൽ മതി. അയ്യപ്പൻ അയ്യൂബ് നബിയാണ് എന്ന് പറഞ്ഞിട്ടുള്ള പണ്ഡിതന്മാരുണ്ട്, ഇസ്ലാമിക പണ്ഡിതന്മാരുണ്ട്. ക്രിസ്ത്യാനികൾ പിന്നെ അയ്യപ്പനെ എങ്ങനെ നോക്കിയിട്ടും ഒരു തരത്തിലും അവരുടെ ഈ യേശുവിൻ്റെ കഥയിലേക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നില്ല. ഇതുപോലെ വേലി ചാടിയവനെന്നോ വേലി ചാടാത്തവനെന്നോ അല്ലെങ്കിൽ കോല് കൊണ്ടവനെന്നോ കോല് കൊള്ളാത്തവനെന്നോ എനിക്ക് ഒരു സംശയമുള്ളത്, ഈ വേലിയുടെ കാര്യം പുള്ളി പറഞ്ഞത്, ഈ വേലി ചാടിയ പശു കോല് കൊണ്ട് ചാകുമെന്ന് പറഞ്ഞ അതും ക്രൂശിത മരണവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇനി അങ്ങനെ ഒരു കഥ വരുമോ? കാരണം യോഹന്നാൻ്റെ സുവിശേഷം 14-17 അത് അങ്ങനെ എന്തെങ്കിലും വരുമെന്ന് പുള്ളി ഇനി പറയുമോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. ഈ വീഡിയോയുടെ കാലപ്പഴക്കമൊന്നും നിങ്ങൾ നോക്കണ്ട. കാരണം ഒരല്പം കാലപ്പഴക്കമുള്ള സംഭവങ്ങളാണ് ഇത് രണ്ടും എന്നുള്ള കാര്യം ഉറപ്പാണ്. ആ വീഡിയോയുടെ ഒരു ക്വാളിറ്റി കണ്ടാൽ തന്നെ, ഒരു ദൃശ്യഭംഗി കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാമല്ലോ. പക്ഷേ ഈ കഥകൾ ഇപ്പോഴും പല രൂപത്തിൽ തുടരുന്നുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണം മാത്രമായിട്ടാണ് ആ 2 വീഡിയോകൾ ഞാൻ പ്രേക്ഷകരുമായി പങ്കുവച്ചത്. ഇത്തരത്തിൽ ഹൈന്ദവ വിശ്വാസങ്ങളെ തങ്ങളുടെ വിശ്വാസമാണ്, അതിന് പരിണാമം സംഭവിച്ച് ഈ വിശ്വാസമായി മാറിയതാണ് എന്ന് പ്രചരിപ്പിച്ച് ഇതൊരു 10 പേരുടെ മുൻപിൽ പറയുമ്പോൾ ഒരാളെങ്കിലും വിശ്വസിച്ചാൽ അത്രയുമായി. അല്ലെങ്കിൽ തന്നെ ഈ വീഡിയോകൾ ഒരു ചരിത്രമായി കിടക്കും. അതിനെ ചരിത്രമായി പലരും മുന്നോട്ട് വയ്ക്കും. നമ്മുടെ കാലത്തിൽ, നമ്മുടെ സ്വതന്ത്ര ഭാരതത്തിൽ ചരിത്ര നിർമ്മിതിയുടെ ഒരു രീതി തന്നെ ഇങ്ങനെയാണ്. റൊമീല താപ്പർ എന്തെങ്കിലും ഒരു മണ്ടത്തരം എഴുതി വയ്ക്കുന്നു. യുധിഷ്ഠിരൻ ധർമ്മം പഠിച്ചത് അശോക ചക്രവർത്തിയുടെ ചരിത്രം പഠിച്ചിട്ടാണ് എന്നൊരു മണ്ടത്തരം റൊമീല താപ്പർ എഴുതി വയ്ക്കുന്നു. ഇർഫാൻ ഹബീബ് റൊമീല താപ്പർ പറഞ്ഞ കാര്യം തന്നെ ആവർത്തിച്ച് പറയുന്നു, റൊമീല താപ്പറുടെ പുസ്തകത്തെ സൈറ്റേഷനായി സൂചിപ്പിച്ച്. ഇവിടുന്നാണ് ആ വിവരം എനിക്ക് ലഭിച്ചത്. അടുത്തൊരാൾ ഇർഫാൻ ഹബീബിൻ്റെ പുസ്തകത്തെ സൈറ്റേഷനായി സൂചിപ്പിച്ച് ഇതേ ചരിത്രം തന്നെ ആവർത്തിക്കുന്നു. അടുത്തത് റൊമീല താപ്പർ വീണ്ടും ഒരു പുസ്തകം എഴുതുമ്പോൾ ഈ മൂന്നാമതെഴുതിയ ഇർഫാൻ ഹബീബിനെ സൈറ്റ് ചെയ്ത ആളുടെ പുസ്തകം സൈറ്റ് ചെയ്ത് റൊമീല താപ്പർ വീണ്ടും ഈ വിഷയത്തിലൊരു പുസ്തകം എഴുതുന്നു. ഇങ്ങനൊരു വൃത്തത്തിനുള്ളിൽ കിടന്ന് കറങ്ങുന്ന വ്യാജ ചരിത്ര നിർമ്മിതിയാണ് സ്വതന്ത്ര ഭാരതത്തിലെ ഒരു രീതി, ചരിത്ര സൃഷ്ടിയുടെ ഒരു രീതി. ചരിത്ര സൃഷ്ടിയാണ് നടക്കുന്നത്. ചരിത്ര അവലോകനമോ അല്ലെങ്കിൽ ചരിത്രത്തെ സത്യാവസ്ഥയിൽ അല്ലെങ്കിൽ അതിൻ്റെ എല്ലാ സത്യങ്ങളോടുകൂടിയും ജനങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുക എന്നുള്ളതല്ല ചരിത്രാന്വേഷണം. ചരിത്രാന്വേഷണം നടക്കുന്നതേയില്ല, ചരിത്ര സൃഷ്ടിയാണ് നടക്കുന്നത്. ആ ചരിത്ര സൃഷ്ടിയുടെ ഒരു രൂപം ആണ് ഈ മതപരിവർത്തകർ കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നോക്കിയാൽ ഇസ്ലാമിസ്റ്റുകൾ ഇക്കാര്യത്തിൽ കുറ്റക്കാരാവുന്നത് ഒരു പരിധിക്ക് താഴെ വരേ ഉള്ളൂ. യഥാർത്ഥ കുറ്റവാളികൾ ക്രിസ്ത്യൻ മതപരിവർത്തകർ തന്നെയാണ്. അവരാണ് ഏത് രാജ്യത്ത് ചെന്നാലും ഏത് പ്രദേശത്ത് ചെന്നാലും അവിടുത്തെ വിശ്വാസങ്ങളെ സ്വാംശീകരിച്ച് തങ്ങളുടെ വിശ്വാസമാക്കി മാറ്റിമറിക്കുന്നത്. കാരണം കർത്താവിൻ്റെ നിറം പോലും പ്രദേശങ്ങളനുസരിച്ച് മാറും. ചൈനയിലാണ് ചെല്ലുന്നതെങ്കിൽ ജാക്കി ചാനെ പോലിരിക്കും കർത്താവ്. കേരളത്തിൽ വരുമ്പോൾ ബാബു ആൻ്റണിയെ പോലിരിക്കും. അല്ലെങ്കിൽ മധ്യപൂർവേഷ്യയിൽ ഏതാണ്ട് ബാബു ആൻ്റണിയോ അല്ലെങ്കിൽ സഞ്ജയ് ദത്തിനെയോ പോലുള്ളൊരു രൂപമായിരിക്കും. അമേരിക്കയിൽ ചെല്ലുമ്പോൾ കെവിൻ കോസ്റ്റ്നറെ പോലെയോ അല്ലെങ്കിൽ ക്ലിൻ്റ് ഈസ്റ്റ്വുഡിനെയോ പോലെ ഇരിക്കും കർത്താവ് ഇങ്ങനെ രൂപം മാറിക്കൊണ്ടിരിക്കും. പിന്നെ ദൈവമല്ലേ, മാറാമായിരിക്കും. ഇവിടെ നമ്മൾ ഹിന്ദുക്കൾ ശ്രദ്ധിക്കേണ്ടത് ഒരു കാര്യമേ ഉള്ളൂ. ഈ സെമിറ്റിക് മതങ്ങൾ ഒരു കാലത്തും നമ്മളോട് ഒത്തുപോവുകയില്ല. അത് നമ്മുടെ കുഴപ്പമല്ല. നമ്മുടെ മതത്തിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ശിവനും വിഷ്ണുവും പാർവതിയും ലക്ഷ്മിയും സരസ്വതിയും ഗണപതിയും അയ്യപ്പനും മുരുകനും എല്ലാം നിറഞ്ഞ നമ്മുടെ പൂജാമുറിയിൽ ക്രിസ്തുവിൻ്റെ ഒരു പടം കൊണ്ടുവച്ചു എന്നുള്ളത് കൊണ്ട് നമുക്കൊന്നും സംഭവിക്കാനില്ല. പക്ഷെ തിരിച്ച് അവരത് ചെയ്യില്ല. അവർ നമ്മോടൊത്തു പോവില്ല. അതാണ് പ്രശ്നം. അതിന് നാം എന്ത് ചെയ്യണം? ഇത്തരത്തിലുള്ള കപട ചരിത്ര നിർമ്മാതാക്കളെ തുറന്ന് കാട്ടിക്കൊണ്ട് തന്നെ ഇരിക്കണം. അതിനുവേണ്ടി മാത്രമാണ് ഇന്ന് ഈ ഒരു വിഷയം കയ്യിലെടുത്തത്. പഴയ 2 കത്തനാരുടെയും ഉസ്താദിൻ്റെയും വീഡിയോകൾ തപ്പിയെടുത്ത്, അതായത് കുറച്ച് അന്വേഷിക്കേണ്ടി വന്നു. ഈ ഒരു വീഡിയോ മുൻപ് കണ്ടതാണ്, കുറച്ച് അധികം സമയം ഇതിനു വേണ്ടി ചിലവഴിക്കേണ്ടി വന്നു നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിച്ചത്. ഈ വിഷയത്തെ സംബന്ധിച്ച് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും ഞങ്ങളുമായി കമൻറ്റിലൂടെ പങ്കുവയ്ക്കുക. കമൻറ്റുകളിൽ യോജിപ്പോ വിയോജിപ്പോ അറിയിക്കാം സഭ്യമായ ഭാഷയിൽ. അങ്ങനെയേ സംവാദങ്ങൾ നമുക്ക് തുടരുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക. പരമാവധി ആളുകളിലേക്ക് ഈ വീഡിയോ എത്തുവാനായി ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമൈ ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ ഈ വിഷയത്തിലും മറ്റു വിഷയങ്ങളിലും സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.